നമുക്കിന്നൊരു ഇഞ്ചിക്കറി വയ്ക്കാവേ. അതിന് ഇഞ്ചിനെ നല്ലോണം പൊടിയാന്ന് അരിഞ്ഞ് വെച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഇത്. ഇഞ്ചി ഇട്ട് കൊടുക്കാം. നല്ലോണം മൂക്കട്ടെ. അപ്പോൾ ഇഞ്ചി നല്ല മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല മൂത്ത് വന്നിട്ടുണ്ട് മുളകും ഇഞ്ചിയും കൂടെ. ഇനി നമുക്ക് ഇതിനെ പൊടിച്ചെടുക്കാം. നമുക്ക് ഈ എണ്ണയിൽ തന്നെ കടുക് തളിക്കാം. എൻ്റെ വെച്ചിലുള്ളത് ഇനി പുളി പിഴിഞ്ഞ് വെച്ചേക്കുന്ന ഒഴിച്ച് കൊടുക്കാം. ഒരു നല്ല എരിവുള്ള മുളകാണ് ഇത്, ഒരു 1.5 ടീസ്പൂൺ. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവപ്പൊടി. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് കുറുകട്ടെ. നമുക്ക് വറുത്ത് വച്ചിരിക്കുന്ന ഇഞ്ചി പൊടിച്ചുകൊണ്ട് വരാം. ഇതും കൂടെ നമുക്കതിലിട്ട് കൊടുക്കാം. കുറച്ച് ശർക്കരയാണ് ഇത്. ഇതെല്ലാം കൂടെ നല്ല കുറുകി വേണം. ഉപ്പ് ഞാൻ പുളി പിഴിഞ്ഞ കൂടത്തിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു ഐറ്റം കൂടെ ഉണ്ട്, കുറച്ച് കായപ്പൊടി. അപ്പോൾ നമ്മുടെ അടിപൊളി ഇഞ്ചിക്കറി നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ ആയാലും ദോശയുടെ കൂടെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇഞ്ചിക്കറി കഴിച്ചുകൂടെ എനിക്ക് എരിവ്, എങ്കിലും അച്ചാറിൽ എനിക്കിഷ്ടം ഇതാണ്. ഞാൻ ഇഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും എന്തിൻ്റെ കൂടെയും ഞാൻ കഴിക്കും. അതുപോലെ ഇഷ്ടമുള്ളവർക്ക് കഴിക്കാം. പക്ഷേ ചൂട് ചോറിൻ്റെ കൂടെ സൂപ്പറാണ്, കഞ്ഞിക്ക് ബെസ്റ്റാണ്. അപ്പം റെഡി ആയിട്ടുണ്ട്.